നാട്ടിലിപ്പോൾ സംസാര വിഷയം എന്ന് പറയുന്നത് 2K കിഡ്സും അതുപോലെ തന്നെ തന്ത വൈബും അല്ലേ? കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ രണ്ട് വാക്കുകളാണ് ഇത് രണ്ടും. അപ്പം ഞാനിതിൽ 2K കിഡ്സ് അല്ല എന്തായാലും, കാരണം ഞാൻ 1990 ജനിച്ചത്. അപ്പോൾ തന്ത വൈബാണ് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. തന്ത വൈബാണോ എന്ന് എനിക്കറിയില്ല. സോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്നത്. കുറച്ച് പ്രായമായ ആൾക്കാർക്ക് ഇപ്പം 2K കിഡ്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെയാണ്. വെച്ചാൽ ചിലപ്പോൾ അവർക്ക് വെറുപ്പോ അല്ലെങ്കിൽ കളിയാക്കലോ അതൊക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ പുതിയ തലമുറയുടെ വസ്ത്രധാരണവും അവരുടെ ഹെയർ സ്റ്റൈലും ഇതൊക്കെ കാണുമ്പം പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അത് ദഹിക്കണമെന്നില്ല. കാരണം നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ജനങ്ങളുടെ കോലവും മാറും. ഇപ്പോൾ ഞാനൊക്കെ പഴയ മലയാളം മൂവീസൊക്കെ കാണുമ്പോൾ നമുക്കതിൽ കാണാം വലിയ ബെൽബോട്ട പാൻറ്റൊക്കെ ഇട്ടിട്ട് മറ്റേ ജയൻ്റെ ഷർട്ടുകൾ ഇടാണ്ട് ബനിയനൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇറങ്ങുന്നത് അല്ലേ. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ബാഗി ജീൻസ് വന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളൊക്കെ നമ്മളെല്ലാവരും എന്താ പറയുക ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞാനിട്ട് ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാലോ അല്ല എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടാലൊക്കെ ഇപ്പോൾ എനിക്ക് ചിരി വരും. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പ്രായത്തിൽ അതെനിക്ക് വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ആസ്വദിക്കാൻ പറ്റി. പക്ഷേങ്കിൽ വളർന്ന് വലുതായി കുറച്ച് മെച്യൂരിറ്റി വന്ന് ഈ ഒരു ഏജിൽ നിൽക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പോൾ ഒരിക്കലും ഒരു വസ്ത്രധാരണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈ മുടിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ പേരിലോ നമുക്ക് 2K കിഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കളിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത കാര്യം വരുന്നത് ലഹരിയാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ലഹരി. ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ വൻ പരാജയമാണ്. കാരണം നാളിതുവരെയായിട്ട് ലഹരിയുടെ കാര്യത്തിൽ വലിയ കാര്യങ്ങളൊന്നും ഗവൺമെൻറ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒക്കെ ആയിട്ട് എറണാകുളത്തൊക്കെ ഒരുപാട് എന്താ പറയുക സെർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അങ്ങോട്ടെങ്കിലും നമ്മുടെ ഗവൺമെൻറ് ലഹരിക്കരുത് പോരാടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമയാവുന്നത്? കേരളത്തിൽ 90 കാലഘട്ടങ്ങളിൽ 2000 കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ബിയർ പാർലേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ മലയാളം വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നായകനോ നായകൻ്റെ കൂട്ടുകാരൊക്കെ പുറത്ത് പബ്ലിക്കായി ഇരുന്നുകൊണ്ട് ബിയർ കുടിച്ചുകൊണ്ട് ഉള്ള ഡയലോഗ്സും കാര്യങ്ങളും ഒരുപാട് സീനുകളൊക്കെ അതിൽ കാണാൻ പറ്റും. അത് പണ്ട് കാലത്തെ മൂവീസിൽ ഒരിക്കലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന ടാഗുകൾ ഇല്ലായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് അതൊക്കെ ആ ഒരു ലെവലിൽ മാത്രമേ ആൾക്കാർ എടുത്തിട്ടുള്ളൂ. പക്ഷെ പിന്നീട് കാലം മാറുന്നതനുസരിച്ച് കേരളം ഭരിച്ചു വരുന്ന സർക്കാർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇവർ മദ്യം നിരോധിക്കുകയോ മദ്യത്തിന് വില കൂട്ടുകയോ ചെയ്തു. 100 രൂപ ഒരു കുപ്പിയുള്ള മദ്യമാണെങ്കിൽ അവരത് 1000 ആക്കി. 10 ഇരട്ടിയോ 15 ഇരട്ടിയോ അവരതിന് വില കൂട്ടി. അപ്പം ഒരു മനുഷ്യന് ലഹരി എന്നുള്ള അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മൾ എത്രത്തോളം ലഹരി തെറ്റാണ് ലഹരി കുറ്റമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ ഏകദേശം 70% ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാത്തതിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ എൻ്റെ ലഹരി എന്ന് പറഞ്ഞത് ഇതാണ് എൻ്റെ ലഹരി. എനിക്ക് ഒരു കഞ്ചാവ് അടിച്ചാലോ അല്ലെങ്കിൽ MDMA അടിച്ചാലോ അല്ലെങ്കിൽ കള്ള് കുടിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ലഹരികൾ ഉപയോഗിച്ചാലോ എനിക്ക് ഒരു കിക്കും ഒരു സുഖവും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലാണ് എനിക്ക് സുഖം. ഞാൻ ഈ വണ്ടി എടുത്ത് പോകുമ്പം ഇതല്ല ഏതാണെങ്കിലും ഒരു വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖമില്ലേ, അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ലഹരിയായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ കാണുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ പബ്ലിക്കലി പാർക്കുകളിൽ തന്നെ നമുക്ക് ജിമ്മ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ യൂത്തിനാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മുടെ നാട്ടിലെ ടീനേജേഴ്സിന് ശരിക്കും ഓപ്ഷൻസ് ഇല്ല. അവരുടെ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഈ സ്മാർട്ട് ഫോണിലെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിലുള്ള ഗെയിംസ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്പ്, ഇതാണ് അവരുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. പേരൻസ് ആണെങ്കിലും അവരുടെ സമയങ്ങൾ ഇപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കും, ചിലപ്പോൾ ജോബിൻ്റെ കാര്യത്തിൽ ബിസി ആയിരിക്കും, അല്ല അവർ ചിലപ്പോൾ ബാക്കി ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ ബിസി ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇവരെന്താ ചെയ്യുക വെച്ചാൽ മക്കളെ ഇവരെന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. അവർക്കൊരു മൊബൈലും വാങ്ങിക്കൊടുത്തിട്ട് അവരവരെ വഴിക്കൂടും. ഇപ്പോൾ ഒരു 10 വയസ്സിലെ കുട്ടിക്ക് വരെ കേരളത്തിൽ മൊബൈൽ ഉണ്ടല്ലോ. ഈ മൊബൈൽ ഇവർ കാണുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ കൊറിയൻ എന്ന് പറയുമ്പോൾ കൊറിയൻ ഡ്രാമാസ്, കൊറിയൻ വെബ് സീരീസ് ഇതൊക്കെ മക്കൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കൊറിയൻ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ അതൊരു ഡ്രാമയിൽ മാത്രമേ ഒതുങ്ങുന്നെങ്കിൽ ഇവിടെ അതൊക്കെ റിയൽ ലൈഫിലേക്ക് കുട്ടികൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മേഡേഴ്സ്, ഒരുപാട് ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നു, ചോര പുഴ കൊടുക്കുന്നൊക്കെ പറഞ്ഞില്ല. ഞാനൊക്കെ പണ്ട് SFIയുടെ മുദ്രാവാക്യം വിളിക്കുമ്പോഴാണ് ഞാനൊക്കെ ചോരച്ചാലുകൾ നീന്തിക്കറി എന്നൊക്കെ പറഞ്ഞത്. അതല്ലാതെ റിയൽ ലൈഫിലോ ഞാൻ എവിടെയും ചോരച്ചാൽ ഒഴിക്കാനോ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നേരെ തിരിച്ചിട്ടാണ്. അവർക്ക് ചോര എന്നുള്ളത് അവർക്ക് അത്ര വലിയ സംഭവമല്ല. കാരണം അവർ ഈ ഡ്രാമയും അതുപോലെ ചില വയലൻസ് മൂവീസും കണ്ടിട്ട് ഇവരെ മൈൻഡ് അങ്ങനെയായി. പണ്ട് കാലങ്ങളിലെ മൂവീസിൽ ഒരു പഞ്ചാരിയായിരുന്നു, റൊമാൻറ്റിക് ആയിരുന്നു എങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആളെ കൊല്ലുന്നവൻ, വെള്ളമടിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, അല്ലെങ്കിൽ വാഹനങ്ങളിൽ അമിതമായി ചേസ് നടത്തുന്നവൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പുതിയ സിനിമയിലെ നായകന്മാർ. 100 പേരെ കൊല്ലുക, 10 പേരെ കൊല്ലുക, തല വെട്ടുക, പീസ് ആക്കുക. അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ഈ സ്ക്വിഡ് ഗെയിംസ് ആണെങ്കിൽ ഒരുപാട് സീരീസ് ആണെങ്കിൽ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് വയലൻസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതേപോലുള്ള വയലൻസ് ഫ്രീക്വൻ്റ്ലി നമ്മൾ മക്കൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് മാറുമോ ഇല്ലയോ?
മാറും, 100% മാറും. ഇപ്പം നല്ല മൂവീസ് കാണുമ്പോൾ നമ്മളതിൽ നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അത് ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലേ. ഇപ്പം ചില മൂവീസിൽ കൊലപാതക സീനുകൾ കണ്ട് അതുപോലെ തന്നെ അനുകരിച്ചിട്ട് കൊലപാതകം ചെയ്തതായിട്ട് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ മുന്നേ ഈ ദൃശ്യം പോലത്തെ മൂവീസിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വയലൻസ് കാണുമ്പോൾ കുട്ടികളും അത് അഡോപ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആരാ? നമ്മളാണ്. അപ്പോൾ അതിൽ ശരിക്കും അവരാണ് കുറ്റക്കാരൻ, നമ്മളാണോ? അവർക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക. പിന്നെ ലഹരിയുടെ കാര്യം, ഇപ്പം മദ്യപാനം ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് അത് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ ബാക്കി കഞ്ചാവോ കാര്യങ്ങളാണെങ്കിലും അത് ബേസിക്കലി ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫിസിക്കലി ആൾക്കാർക്കറിയും അതിനെ മണമടിച്ചിട്ടോ അല്ലെങ്കിൽ പുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൽ ക്വാണ്ടിറ്റി വലുതാകുമ്പം അത് കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങളോ ഇതൊക്കെ ആയിട്ട് പിന്നെ ജനങ്ങളിത് അറിയും, അല്ലെങ്കിൽ നാട്ടുകാരറിയും, അതല്ലെങ്കിൽ പോലീസ് അറിയും. ഇതൊക്കെ ഭയങ്കര സംഭവമാക്കും. അങ്ങനെയുള്ള സമയത്താണ് കെമിക്കൽസ് വരുന്നത്. MDMA, LSD എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അതിൽ. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രയുണ്ടാവും. ഈ ഒരു തരി മതി, ഒരു മുട്ടുസൂചിൻ്റെ എത്ര മതി ഇത്ര അധികം ഒരു കുപ്പി കള്ളിൻ്റെ ലഹരി കിട്ടാൻ വേണ്ടിയിട്ട്. മണമുണ്ടാവില്ല, നിറമുണ്ടാവില്ല, അടിച്ചു കഴിഞ്ഞാലോ കലാസ്. ഈ ഒരു കെമിക്കൽസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് അച്ഛനാണോ അമ്മയാണോ പെങ്ങളാണോ അല്ലെങ്കിൽ എന്താണോ പോലീസാണോ പട്ടാളമാണോ, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാലും ഈ സാധനം അടിച്ച് ഇവർക്ക് ആളെ തിരിച്ചിടാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ. അപ്പോൾ ഇവർ കാണിക്കുന്ന പരാക്രമങ്ങൾ അത്രയ്ക്ക് വലുതായിരിക്കും. കേരളത്തിലെ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങളിൽ വളരെ ക്രൂരമായിട്ട് സ്വന്തം കുടുംബാംഗങ്ങളെയും അച്ഛനെയും അമ്മയും ഒക്കെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ലഹരിയുടെ ഒരു സൈഡാണ്. ഈ കഞ്ചാവ് അടിച്ചാലും നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും. കള്ളു പിടിച്ചാൽ ആളെ തിരിച്ചറിയാൻ പറ്റും. വാള് വെക്കും, അല്ലെങ്കിൽ തല കറങ്ങും, കുറച്ച് പാട്ട് പാടും, നിലവിളിക്കുമെന്നല്ലാതെ അത്ര ഒരു വയലൻ്റ് ആവില്ല. പക്ഷെ കഞ്ചാവ് അടിച്ചാലും ഭയങ്കര വയലൻ്റ് ആവില്ല. ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും ആരൊക്കെയാണെന്നില്ല. പക്ഷേങ്കിൽ കെമിക്കൽ അടിച്ച ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വയലൻസ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ 1 ലക്ഷം കുട്ടികളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 15,000 കുട്ടികളായിരിക്കും ഈ കെമിക്കൽസ് അടിക്കുക. ഇവരൊക്കെ അണ്ടർ ഏജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 2000 ഇങ്ങോട്ടേക്ക് വന്ന കുട്ടികളായിരിക്കും. അതുകൊണ്ട് എന്താ ആ ഏജിലുള്ള കുട്ടികൾ മുഴുവനും ഇങ്ങനെയാണ് എന്ന തരത്തിലാണ് ജനങ്ങൾ പലരും പെരുമാറുന്നത്. വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുടി നീട്ടി വളർത്തി അല്ലെങ്കിൽ താടി വളർത്തി ഡ്രസ്സ് മാറി എന്ന് വെച്ചാൽ ഒരാൾ കഞ്ചാവ് ആവണമെന്നില്ല. അതുപോലുള്ള കുട്ടികൾ അധികവും കഞ്ചാവോ കാര്യങ്ങൾ ഉപയോഗിക്കാതെ കുട്ടികളായിരിക്കും. പക്ഷെ പേര് മൊത്തം ഇവർക്കാണ്. പക്ഷേങ്കിൽ ഞാൻ പഠിച്ചിടത്തോളം സമൂഹത്തിൽ മാന്യനാണ് എന്ന് പറഞ്ഞ് മാന്യതയുടെ മുഖംമൂടി ധരിക്കുന്ന പലരുമാണ് ഡ്രഗ്സുകളുടെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിനിമാ ഫീൽഡിൽ എത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്? അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതല്ലേ. അതുപോലെ സിനിമാ ഫീൽഡ് മാത്രമല്ല, ഇപ്പം നമ്മൾ വ്ളോഗേഴ്സിൻ്റെ ഫീൽഡാണെങ്കിലും സെലിബ്രിറ്റി ഫീൽഡാണെങ്കിലും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും സമൂഹത്തിന് മുന്നിൽ അത് കാണിക്കുന്നില്ല. അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ എൻജോയ് ചെയ്യുന്നുള്ളൂ. പക്ഷെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ റോഡ് സൈഡിൽ മുടി നീട്ടി വളർത്തി അല്ലെങ്കിൽ കുറച്ച് മോഡേണായിട്ട് ഡ്രസ്സിൽ നടക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ കഞ്ചാവ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഭയങ്കരമായ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നിലവിൽ നമ്മുടെ മക്കൾ വളർന്ന് വലുതാകുമ്പം അവർ നമ്മൾ പോലും അറിയാതെ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും പരിഹാരമുണ്ട്, പക്ഷെ നമ്മളതിന് പുറകിൽ പോകുന്നില്ല എന്നുള്ളൂ. ഒന്നാമത് നമ്മുടെ മക്കളെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ വിനോദം, നമ്മുടെ യാത്രകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോൾ, നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ പല പേരൻസും ഒരു കുട്ടി ജനിച്ച ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, കുട്ടികളെ എന്തെങ്കിലും ആക്കാനുള്ള കഷ്ടപ്പാടാണ്. ഞാനൊന്നും ഒരിക്കലും എൻ്റെ മക്കളെ ഡോക്ടറോ എഞ്ചിനീയർ ആക്കണോ ഞാൻ നിർബന്ധം പിടിക്കില്ല. അവർ നല്ല മനുഷ്യരാക്കുക, സമൂഹത്തിൽ അവർക്ക് നല്ല രീതിയിൽ നല്ല പേരോടുകൂടി മരണം വരെ ജീവിക്കാനുള്ള ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ വരുമാന കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കൂടെ പറ്റുന്നതോടെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ബാക്കി അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ഇത്രയും ഞങ്ങൾ ചെയ്യുള്ളൂ. അതല്ലാതെ ഞങ്ങളൊന്നും ഒരിക്കലും നിർബന്ധിച്ചിട്ട് നീ ഡോക്ടർ ആവടാ, നീ എഞ്ചിനീയർ ആവടാ എന്ന് പറഞ്ഞ് പുഷ് ചെയ്യില്ല. അങ്ങനെ പുഷ് ചെയ്തിട്ട് നിങ്ങളെ മക്കളെ +1 +2 കഴിഞ്ഞ് MBBS മറ്റ് കോഴ്സുകൾക്കോ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പം അവർക്കൊരു താല്പര്യമില്ലാത്ത കോഴ്സാണ് അവർ പഠിക്കുന്നത്. ഒരു താല്പര്യമില്ലാത്ത കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ കോഴ്സിനേക്കാൾ കൂടുതൽ അവിടെ മുൻഗണന കൊടുക്കുന്നത് മറ്റു പലതിനായിരിക്കും. അങ്ങനെ മറ്റു പലതിന് മുൻഗണന കൊടുക്കുമ്പോഴാണ് ഇതേപോലെ ലഹരിയുടെ ചതിക്കുള്ളിലൊക്കെ പോകുന്നത്. നമ്മുടെ മക്കൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ പഠിക്കാൻ മതി. ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതായിരിക്കും അവരുടെ ലഹരി. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഹരി അവർ ഇഷ്ടപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ ചെറിയൊരു സീക്രട്ട്. പിന്നെ ഇപ്പം സ്കൂളുകളിലാണെങ്കിൽ ഇപ്പം എൻ്റെ മകൻ മാസിയെ അവൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിന്നെ കാണാൻ ഹണി റോസിനെ പോലെ ഉണ്ട്. കാരണം അവൻ്റെ പുറകിൽ കുറച്ച് ചന്തയുണ്ട്. അപ്പം ഈ 10 വയസ്സിലെ കുട്ടികൾക്കൊക്കെ ഹണി റോസിനൊക്കെ അറിയാൻ തുടങ്ങി. ഹണി റോസിന് ഇഷ്യൂസ് അറിയാൻ തുടങ്ങി. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം അവരുടെ മൊബൈൽ ഉപയോഗമാണ്. നമ്മുടെ മക്കൾക്ക് 14 വയസ്സ് 15 വയസ്സ് വരെ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല. അങ്ങനെ മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും.
കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനാവശ്യത്തിനല്ലാതെ ആ മൊബൈലിൽ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബേസിക്കലി ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും അവരുടെയൊക്കെ റൂൾസിൽ അവർ പറയുന്നുണ്ട് 14 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒരു 14 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ അക്കൗണ്ട് ആണെങ്കിൽ അവരത് പൂട്ടിക്കെട്ടും. അത് ആ ഒരു അക്കൗണ്ടിൽ എപ്പോഴും ഇത് മാനേജ്ഡ് ബൈ എന്ന് പറഞ്ഞ് ഒരു അഡൽട്ടിൻ്റെ പ്രൊഫൈൽ മെൻഷൻ ചെയ്യണം. അവർ പറയുന്ന കുട്ടികളിത് കാണണ്ടെന്ന് അവർ പറഞ്ഞത്. അവരേ പറയുന്ന കുട്ടികളിത് കാണണ്ടെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ കുട്ടികളെ കാണാൻ വിടുന്നത്? നിങ്ങൾ എന്തിനാണ് നിങ്ങളെ കുട്ടികളെ ഇതുപോലുള്ള സാധനങ്ങൾ കാണാൻ വിടുന്നത്? കുട്ടികൾക്ക് മെൻ്റലി മെച്യൂരിറ്റി വരണ്ടെന്നല്ല, പക്ഷെ അത് നല്ല കാര്യത്തിന് വരണം. നിങ്ങളെ മക്കളെ ഒന്നിക്ക് നല്ല എന്തെങ്കിലും ഓപ്ഷൻ കളിക്കാനോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ അയക്ക്. അതല്ലാതെ നിങ്ങൾ അവരെ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് ഒരു മൊബൈലും കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങളുടെ മക്കൾ പോണത് അങ്ങ് കൊറിയയിലും യൂറോപ്പിലേക്കും US-ലും അവിടെ ഇവിടെയൊക്കെയാണ്. നിങ്ങളായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവർ വഴിവഴിച്ച് പോയി കഴിഞ്ഞ് പിന്നീട് അവരെ 2K കിഡ്സ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് എന്താ കാര്യം? സോ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ നല്ല രീതിയിൽ തീരുമാനങ്ങളെടുക്കുക, അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാൻ നോക്കി. അത് എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവരെ മേലെ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ കുട്ടികളോടാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നല്ല ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾ കൂട്ടത്തിൽ തന്നെ ദിനേശ് പീടി വിളിക്കാനും, ദിനേശ് പീടിയൊക്കെ പണ്ടാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ആൾക്കാരെ വലിയവിടെങ്കിൽ ദിനേശ് പീടിയില്ല. പക്ഷേ ഇപ്പോൾ ദിനേശ് പീടിയൊന്നുമില്ല, എല്ലാവരും ഡയറക്റ്റ് പോകുന്നത് കെമിക്കൽസിലേക്കാണ്. നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 50-60 വയസ്സെങ്കിൽ നമ്മൾ മിനിമം ജീവിച്ചിരിക്കണം, അസുഖങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ നമ്മൾ ഇതുപോലുള്ള കെമിക്കൽസ് ഒഴിവാക്കാം. നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്തിട്ട് നിങ്ങൾ കടിക്കുന്ന ഒരു പട്ടിയെ വാങ്ങുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മളെ നശിപ്പിക്കുന്ന ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു ലഹരി ഉപയോഗിക്കുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ? ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ട് ഡ്രഗ്സോ കാര്യങ്ങളും അല്ലെങ്കിൽ കെമിക്കൽസോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് സങ്കടകരമായ നിമിഷങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലൈഫിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കരയുന്ന നിമിഷങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് പോലും ഞാൻ ഒരു തരത്തിലുള്ള മദ്യവുമോ കാര്യങ്ങളോ എൻ്റെ ലൈഫിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം അത് എൻ്റെ ലൈഫ് കൊല്ലുമെന്നുള്ളത്. വൺസ് ഞാൻ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എനിക്ക് നഷ്ടപ്പെടും, എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നഷ്ടപ്പെടും. ഇതേപോലെ ഈ ഒരു ഗോൾഡ് വിങ് എടുത്തിട്ട് ഇവിടെ വേൾഡ് റൈഡിന് പോകാൻ എനിക്ക് പറ്റണമെന്നില്ല. ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ വിജയങ്ങൾ കൈവരിച്ചതും ഞാൻ യാത്രകൾ പോകുന്നതും ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഡ്രഗ് അഡിക്റ്റായ ആൾക്കാരുടെ സക്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതാണ് സത്യം. പിന്നെ പെൺകുട്ടികളോടാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്റ്റായ കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് നിങ്ങൾ പലതരത്തിൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെല്ലാം മാറുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ മുന്നിലുള്ളവർ അച്ഛനോ അമ്മയോ പെങ്ങളോ എന്ന ആൾക്കാർ തിരിച്ചറിയാൻ പറ്റില്ല. അവിടെ ഫ്രണ്ട്സ് ആണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. സെക്ഷുവലി അബ്യൂസ് ചെയ്യാനൊക്കെ ചാൻസസ് വളരെ ഹൈ ആണ്. നിങ്ങളെല്ലാവരും കെയർ ചെയ്യുക. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നിങ്ങളത് കെയർ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. കാരണം എന്ന് വെച്ചാൽ വൺസ് നിങ്ങൾ ആ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന് പുറത്ത് വരാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. വൺസ് നിങ്ങൾ അതിന് ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കെയർ ചെയ്യുക കേട്ടോ. ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കാനും ഇവിടെ നമുക്ക് ജീവിക്കാനും കാരണമായത് നമ്മുടെ പേരൻസാണ് അല്ലേ? നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഭൂമിയിലേക്ക് ജനിച്ച് വരാൻ കഴിയില്ല. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്ത സമയത്ത് നിങ്ങളെ നോക്കിയത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങളൊരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെ നിങ്ങൾ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നതും നിങ്ങളുടെ വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾ നോക്കുന്നതും നിങ്ങളുടെ അച്ഛനും അമ്മയായിരിക്കും. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ ഒരു 18 വയസ്സ് ആകുമ്പം 19 വയസ്സാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതേ അച്ഛനും അമ്മയും നിങ്ങൾ വിഷമിപ്പിക്കാനും വെറുപ്പിക്കാനും പോണത്? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ കാമുകിയാണെങ്കിലും നിങ്ങളുടെ കാമുകനാണെങ്കിലും എല്ലാവരും പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. ഇവരൊന്നും ഒരിക്കലും നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളെ സഹായിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുക. ലഹരി മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾ ഒഴിവാക്കണം. കാരണം നിങ്ങളെല്ലാവരും 50 വയസ്സ് 60 വയസ്സ് വരെ നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനും കാണാനും പഠിക്കാനുണ്ട്. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. ഓക്കെ, സേ നോ ടു ഡ്രഗ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് ഈ ലഹരിയെ തടയാൻ പറ്റുമോ, എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും, എല്ലാവർക്കും ഷെയർ ചെയ്യും. 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാഡല്ല, അവരൊരിക്കലും തെറ്റല്ല, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമൊന്നുമില്ല. പക്ഷെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവരങ്ങനെ ചുറ്റുപാടിലേക്ക് വരുന്നത്. ആ സാഹചര്യങ്ങൾ വരുന്നത് ഒഴിവാക്കി തന്നെ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. പിന്നെ അവരൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താൽ കേട്ടോ.
ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഞാനിപ്പോൾ യുഎയിലുള്ള നമ്മൾ വേൾഡ് ട്രിപ്പിൽ റമദാൻ മാസം ആയതുകൊണ്ടാണ് ഓവർ ട്രാവൽ ആയിട്ട് വീഡിയോ എടുക്കാത്തത് കേട്ടോ. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ചെയ്യണം തോന്നി, അതാണ് ഞാൻ വണ്ടി എടുത്തുനിന്നൊരു വീഡിയോ എടുത്തത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോസ്. നിങ്ങൾ ആരെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആയ ഫ്രണ്ട്സിന് ജസ്റ്റ് വീഡിയോസ് ഷെയർ ചെയ്യുക. ചിലപ്പം ഒരു 10,000 ആൾക്കാരിൽ ചിലപ്പം 2 ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ വഴി നന്നായി കഴിഞ്ഞാൽ എനിക്കത് മതി. നിങ്ങളെല്ലാവരും എൻ്റെ അനിയന്മാരാണ്, ഒരാൾ നന്നായാൽ മതി കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് കാണാം.